നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. ശരീരം ഒരിടത്തും മനസ്സ് മറ്റൊരിടത്തുമായിരിക്കുന്ന അവസ്ഥ. നിങ്ങളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് എന്ന് പറയുന്നത്. മനുഷ്യർ മാത്രമാണ് ഒരേ സമയം സങ്കല്പ ലോകത്തും ബാഹ്യലോകത്തും ജീവിക്കുന്ന ജീവികൾ. മറ്റ് ജീവികൾ അവരെന്ത് ചെയ്യുന്നുവോ അതിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. എന്നാൽ മനുഷ്യന്റെ മനസ്സ് പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്നിവയിലേക്ക് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ അവസ്ഥ നമ്മുടെ മൂഡിനെയും പ്രവർത്തനക്ഷമതയെയും മോശമായി ബാധിക്കുന്നു. എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ? വളരെ ലളിതമായി പറഞ്ഞാൽ, ഞാനിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ എൻ്റെ മനസ്സും ഉണ്ടായിരിക്കുക എന്നതാണ് ഇതിൻ്റെ തത്വം. ഇത് മനുഷ്യൻ്റെ ഒരു ബേസിക് എബിലിറ്റിയാണ്. എന്നാൽ നമ്മൾ വളർന്നതോടെ ഈ കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു ചെറിയ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കൂ. അവൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെയായിരിക്കും അവൻ്റെ മനസ്സും. ഈ കഴിവ് വീണ്ടും നേടിയെടുക്കാനുള്ള ഒരു മെഡിറ്റേഷൻ രീതിയാണ് മൈൻഡ്ഫുൾനെസ്. ഇതിൽ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് മനസ്സിനെ നിരീക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയുന്ന അവസ്ഥയാണത്. എങ്ങനെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം? ഇത് ചെയ്യുന്നതിനായി നിങ്ങളൊരു CCTV ക്യാമറയുടെ മോണിറ്റർ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെറുതെ നോക്കി നിൽക്കുക. ഇതിനായി ആദ്യം ശാന്തമായ ഒരിടത്ത് സുഖകരമായിരിക്കുക. കസേരയിലോ തറയിലോ ഇരിക്കാം. കണ്ണുകൾ പകുതി അടയ്ക്കാം. നിങ്ങളുടെ ശരീരത്തെ ഒന്ന് സ്കാൻ ചെയ്യുക. കാൽ വിരലുകൾ മുതൽ തല വരെ ഓരോ ഭാഗവും റിലാക്സ്ഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം അറിയുക. ഇതിനിടയിൽ മനസ്സ് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ വിഷമിക്കണ്ട. മനസ്സ് പോയി എന്ന് തിരിച്ചറിയുന്ന നിമിഷം വീണ്ടും പതുക്കെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഇതിനെ നോ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നു. മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ നിത്യജീവിതത്തിലും ഇത് പരീക്ഷിക്കാം. പല്ല് തേക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയും ഗന്ധവും അനുഭവിച്ച് കഴിക്കുക. നടക്കുമ്പോൾ ഓരോ ചുവടും മണ്ണിൽ സ്പർശിക്കുന്നത് അറിയുക. ഓരോ പ്രവൃത്തിക്കിടയിലും ഒരു സെക്കൻഡ് പോസ് എടുക്കുക. ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. ഇത്തരത്തിൽ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക്, പ്രസന്റ് മൊമെന്റ് തിരിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളുടെ മെമ്മറി പവറും ഫോക്കസും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ പരിശീലനത്തിലൂടെ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് മെച്ചപ്പെടും. ചിന്തകൾ ശാന്തമാകും. നിങ്ങൾ കൂടുതൽ ശാന്തനും സമാധാനപ്രിയനുമായ ഒരു വ്യക്തിയായി മാറും. ഉറക്കം എന്നത് ഒരു അൺകോൺഷ്യസ് മെഡിറ്റേഷൻ ആണെങ്കിൽ, ഈ മെഡിറ്റേഷൻ എന്നത് ഒരു കോൺഷ്യസ് സ്ലീപ്പാണ്. അതായത് മനസ്സിനെ കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയ. ദിവസവും 20 മിനിറ്റെങ്കിലും ഇത് ശീലിക്കുക. തുടക്കക്കാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇത് കൊണ്ടുവരും എന്നുറപ്പാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകരിച്ചുവെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ മനസ്സും ചിന്തയും ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയിക്കുക. സക്സസ് മന്ത്രയുടെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.